നമസ്കാരം. ലോകത്തെ തിന്മകളിൽ നിന്ന് രക്ഷിക്കാൻ ഭഗവാൻ മഹാവിഷ്ണു എടുത്ത 10 അവതാരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഏതൊക്കെയാണ് ആ അവതാരങ്ങളെന്ന് നമുക്ക് നോക്കാം. ദശാവതാരങ്ങൾ. മത്സ്യാവതാരം. പ്രളയകാലത്ത് വേദങ്ങളെ സംരക്ഷിക്കാനും സകല ജീവജാലങ്ങളുടെയും വിത്തുകൾ പുതിയ ലോകത്തേക്ക് എത്തിക്കാനുമാണ് ഭഗവാൻ മത്സ്യമായി അവതരിച്ചത്. കൂർമാവതാരം. പാലാഴി മഥന സമയത്ത് മന്ദരപർവ്വതം താഴ്ന്നു പോകാതിരിക്കാൻ ഭഗവാൻ ഭീമാകാരമായ ആമയായി കൂർമ്മം അവതരിച്ച് പർവ്വതത്തെ താങ്ങി നിർത്തി. വരാഹാവതാരം. ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിയെ സമുദ്രത്തിനടിയിൽ ഒളിപ്പിച്ചു വെച്ചപ്പോൾ വരാഹമായി വന്ന് ഭഗവാൻ ഭൂമിയെ വീണ്ടെടുത്തു. നരസിംഹാവതാരം. അഹങ്കാരിയായ ഹിരണ്യക്ഷിപുവിനെ വധിക്കാനും ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാനും പകുതി സിംഹവും പകുതി മനുഷ്യനുമായ രൂപത്തിൽ ഭഗവാൻ തൂണിൽ നിന്ന് അവതരിച്ചു. വാമനാവതാരം. മഹാബലി ചക്രവർത്തിയുടെ അഹങ്കാരം തീർക്കാനും 3 ലോകവും അളന്നെടുക്കാനും ഭഗവാൻ ഒരു ചെറിയ ബ്രാഹ്മണ ബാലനായി അവതരിച്ചു. പരശുരാമാവതാരം. അഹങ്കാരികളായ ക്ഷത്രിയ രാജാക്കന്മാരിൽ നിന്ന് ലോകത്തെ മോചിപ്പിക്കാൻ കയ്യിൽ കോടാലിയുമായി ഭഗവാൻ അവതരിച്ചു. ശ്രീരാമാവതാരം. മര്യാദാ പുരുഷോത്തമനായി രാവണനെ വധിക്കാനും ധർമ്മം സംരക്ഷിക്കാനും അയോധ്യയിലെ രാജകുമാരനായി ഭഗവാൻ അവതരിച്ചു. ബലരാമാവതാരം. കൃഷ്ണന്റെ ജ്യേഷ്ഠനായി കയ്യിൽ കലപ്പയുമായി ധർമ്മ സംരക്ഷണത്തിനായി ഭഗവാൻ അവതരിച്ചു. ചിലയിടങ്ങളിൽ ബുദ്ധനെയും അവതാരമായി കണക്കാക്കാറുണ്ട്. ശ്രീകൃഷ്ണാവതാരം. അധർമ്മം നശിപ്പിക്കാനും ഭഗവത്ഗീതയിലൂടെ ലോകത്തിന് വഴികാട്ടാനും ഭഗവാൻ അവതരിച്ചു. പൂർണ്ണാവതാരമായാണ് കൃഷ്ണനെ കാണുന്നത്. കൽക്യാവതാരം. കലിയുഗത്തിന്റെ അവസാനം അധർമ്മം അതിന്റെ പരിധി ലംഘിക്കുമ്പോൾ ലോകത്തെ ശുദ്ധീകരിക്കാൻ ഭഗവാൻ വെളുത്ത കുതിരപ്പുറത്ത് ഖഡ്ഗവുമായി അവതരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ 10 അവതാരങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവതാരം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഭക്തിസാന്ദ്രമായ കഥകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ.